യെസ്, ഈ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക് എന്ന് പറയുന്നത് മെമ്പേഴ്സ് മീറ്റിംഗ്സ്. മെമ്പേഴ്സ് മീറ്റിംഗ്സ് അറിയാം നിങ്ങൾക്ക്. ഒരു കമ്പനി എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് മെയ്ഡ് അപ്പ് ഓഫ് മെമ്പേഴ്സ്. മെമ്പേഴ്സ് എന്ന് പറഞ്ഞാല് നമ്മൾ എന്താ ഉദ്ദേശിക്കുന്നത്? മെമ്പേഴ്സ് എന്ന് പറഞ്ഞാല് നമ്മൾ ഉദ്ദേശിക്കുന്നത് ഷെയർ ഹോൾഡേഴ്സ് അല്ലെ? കമ്പനിയിൽ ഷെയർ ഉള്ള ആൾക്കാർ, ഷെയർ ഹോൾഡേഴ്സ്. ഓക്കെ, ഒരു കമ്പനി ഒരു സെപ്പറേറ്റ് ലീഗൽ പേഴ്സൺ ഒക്കെ ആണ്, പക്ഷെ അതിന് സ്വന്തമായിട്ട് ആലോചിക്കാനോ ആക്ട് ചെയ്യാനോ ഒന്നും പറ്റില്ല. ഓക്കെ, സോ അതിന്റെ ഡിസിഷൻസ് എടുക്കുമ്പോൾ ഇപ്പൊ ഡെയിലി ബിസിനസ് ഓപ്പറേഷൻസിന്റെ ഡിസിഷൻസ് ആണെങ്കിൽ, ഡേ ടു ഡേ ഓപ്പറേഷന്റെ ഡിസിഷൻസ് ആണെങ്കിൽ ഒബ്വിയസ്ലി ഡയറക്ടേഴ്സ് ഉണ്ട്. പക്ഷെ വലിയ വലിയ തീരുമാനങ്ങളൊക്കെ എടുക്കണമെങ്കിൽ നമ്മള് മെമ്പേഴ്സും കൂടി ആലോചിച്ചിട്ടാണ് തീരുമാനിക്കുന്നത്. ഒരു കമ്പനിക്ക് ഒരിക്കലും ഇറ്റ്സ് ഓൺ ആക്ട് ചെയ്യാൻ പറ്റില്ല. അതായത് ഇപ്പൊ ഒരു വലിയൊരു ഡിസിഷൻ എടുക്കണമെങ്കിൽ വാട്ട് ഹാപ്പൻസ്? ആദ്യം മീറ്റിംഗ് വിളിക്കും, മെമ്പേഴ്സിന്റെ ഒക്കെ മീറ്റിംഗ് വിളിക്കും, എന്നിട്ട് അതിലൊരു റെസൊല്യൂഷൻ വെക്കും. ഓക്കെ, റെസൊല്യൂഷൻ വെച്ച് കഴിഞ്ഞിട്ട് മെമ്പേഴ്സ് ഒക്കെ എന്ത് ചെയ്യും? അതിന് സപ്പോർട്ട് ചെയ്തിട്ടോ സപ്പോർട്ട് ചെയ്യാതെയോ ഒക്കെ വോട്ട് ചെയ്യും. എന്നിട്ട് അവരുടെ വോട്ട് എങ്ങനെയാണെന്ന് വെച്ചിട്ട് ആ റെസൊല്യൂഷൻ പാസ് ആവോ ഫെയിൽ ആവോ നോക്കും. എന്നിട്ട് അത് പ്രകാരം കമ്പനി ആക്ട് ചെയ്യും. ഇപ്പൊ ഉദാഹരണത്തിന് ഒരു ABC ലിമിറ്റഡ് ഒരു പുതിയ ബ്രാഞ്ച് ഓപ്പൺ ചെയ്യണം എന്ന് വെക്കുകയാണ്. അപ്പൊ അങ്ങനെയൊക്കെ വരുമ്പോൾ ഇതേമാതിരി മെമ്പേഴ്സ് മീറ്റിംഗിലൊക്കെ ഡിസിഷൻ ഒക്കെ എടുത്തിട്ടാണ് ചെയ്യാന്നാണ് നമ്മള് മനസ്സിലാക്കേണ്ടത് ഈ ഒരു കാര്യം വെച്ചിട്ട്. ഓക്കെ, എന്താണ് ഇതിന്റെ ഒരു പ്രൈമറി പർപ്പസ് ഇങ്ങനെ ഒരു മീറ്റിംഗിൽ എന്ന് വെച്ചാല്, എല്ലാ മെമ്പേഴ്സിനും അവർ ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്ന ഒരു കമ്പനി ആണല്ലോ. അപ്പൊ അവിടുത്തെ കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യാനും ഡിസിഷൻസ് എടുക്കാനും ഒരു ഫെയർ ഓപ്പർച്യൂണിറ്റി എല്ലാവർക്കും കിട്ടാൻ വേണ്ടിയിട്ടാണ് ദ മെയിൻ എക്സാമ്പിൾ ഓഫ് മീറ്റിംഗ്. കാരണം അവര് എന്ത് ചെയ്യും? ഒരു ഷെയർ ഹോൾഡേഴ്സിന് നോട്ടീസ് കിട്ടും ഇങ്ങനെ ഒരു മീറ്റിംഗ് ഉണ്ടെന്ന് പറഞ്ഞിട്ട്. എന്നിട്ട് അവർ മീറ്റിംഗ് അറ്റൻഡ് ചെയ്യും. അവിടെ പോയി എന്തെങ്കിലും ഒരു ഡിസിഷൻ വോട്ടിനൊക്കെ ഇടും. ഈ വോട്ട് എന്തെങ്കിലും പുതിയ തീരുമാനം എടുക്കണമെങ്കിൽ അത് വോട്ട് ചെയ്യും അംഗങ്ങൾ, അതിനെ സപ്പോർട്ട് ചെയ്തിട്ട് അഗെയിൻസ്റ്റ് ആയിട്ടോ. അപ്പൊ എന്നിട്ട് ആ വോട്ടിംഗ് പാറ്റേൺ എങ്ങനെയാണ് എല്ലാവരുടെയും നോക്കിയിട്ട് ഡിസിഷൻ എടുക്കും. ദിസ് ഈസ് വാട്ട് ഹാപ്പൻസ്. അതായത് ഷെയർ ഹോൾഡേഴ്സിന് ആദ്യം എന്ത് കിട്ടും? ഷെയർ ഹോൾഡേഴ്സിന് ഇപ്പൊ നിങ്ങൾക്ക് എന്ന് പറഞ്ഞ ഒരാൾ ഒരു കമ്പനിയുടെ ഷെയർ ഹോൾഡറാന്ന് വെക്കുക, ABC ലിമിറ്റഡിലെ ഷെയർ ഹോൾഡർ വെക്കുക, അയാൾക്ക് നോട്ടീസ് കിട്ടും. നോട്ടീസ് കിട്ടുമ്പോൾ അയാൾ എന്ത് ചെയ്യും? ഈ അറ്റൻഡ്സ് ദ മീറ്റിംഗ് അറ്റൻഡ് ചെയ്യും, അവിടെ പോയി വോട്ട് ചെയ്യും. അതേപോലെ അയാളെ പോലെ ബാക്കി എല്ലാ ഷെയർ ഹോൾഡേഴ്സിന്റെയും വോട്ട് ചെയ്യും. അവരൊക്കെ വോട്ടൊക്കെ നോക്കിയിട്ട് കമ്പനി ടേക്സ് എ ഡിസിഷൻ ഈസ് ടേക്കൺ. ഓക്കെ, സോ ഇങ്ങനെ വരുമ്പോൾ നമുക്ക് മനസ്സിലാക്കാം ഡിസിഷൻ മേക്കിംഗ് പവർ ഓൾറെഡി നമ്മൾ നേരത്തെ പഠിച്ച ഡയറക്ടേഴ്സിന്റെ ഉണ്ടെന്ന്, അതേപോലെ തന്നെ മെമ്പേഴ്സിനും ഉണ്ട്. ഓക്കെ, മെമ്പേഴ്സ് മേജർ ഡിസിഷൻസ് എടുക്കാനേ മെമ്പേഴ്സിന്റെ ആവശ്യം വരുന്നുള്ളൂ. ഡെയിലി മാനേജ്മെന്റ്, ഡേ ടു ഡേ ഓപ്പറേഷൻ ഓഫ് എ കമ്പനിയിൽ മെമ്പേഴ്സ് ഇടപെടുന്നില്ല എങ്കിൽ പോലും മേജർ ഡിസിഷൻ, അതായത് ഡിവിഡൻഡ് കൊടുക്കാൻ, ഡയറക്ടറിന്റെ അപ്പോയിന്റ്മെന്റ് ചെയ്യാൻ, അങ്ങനെയുള്ള വലിയ വലിയ മേജർ ഡിസിഷൻസ് വരുമ്പോൾ മാത്രമേ മെമ്പേഴ്സിനെ കോൾ ഫോർവേഡ് ചെയ്യുന്നുള്ളൂ. ഓക്കെ, ഡിവിഡൻഡ് പ്രഖ്യാപിക്കുമ്പോഴൊക്കെ മെമ്പേഴ്സിന്റെ കൂടി അപ്രൂവലൊക്കെ വെച്ചിട്ട് വോട്ട് ചെയ്തിട്ടൊക്കെയാണ് പാസ്സാക്കുക. ഡയറക്ടേഴ്സ് ആണ് പക്ഷെ ബിസിനസ് ഓപ്പറേഷൻ, ഡെയിലി ബിസിനസ് ഓപ്പറേഷൻസ് ഒക്കെ ഡയറക്ടേഴ്സ് ആണ് ഡീൽ ചെയ്യുക. ജനറൽ മീറ്റിംഗ്സ് ചാൻസ് ഫോർ ഒരു മെമ്പേഴ്സിന് അവരുടെ ഒപ്പീനിയൻസ് പറയാനും, അതേപോലെ കമ്പനിയോട് ചോദ്യങ്ങൾ ചോദിക്കാനും, മാനേജ്മെന്റിനെ കൺട്രോൾ ചെയ്യാനുമുള്ള ഒരു ഓപ്പർച്യൂണിറ്റി ആയിട്ടാണ് ഈ ജനറൽ മീറ്റിംഗിനെ കാണേണ്ടത്. ഓക്കെ, എന്തെങ്കിലും ഇപ്പൊ ഒരു കമ്പനി നഷ്ടത്തിലാണ് പോകുന്നതെങ്കിൽ ആ മീറ്റിംഗിൽ വെച്ചിട്ട് ഷെയർ ഹോൾഡറിന് ചോദിക്കാം എന്തുകൊണ്ടാണ് നമ്മുടെ കമ്പനി ലോസിൽ പോകുന്നത്, അങ്ങനെ എല്ലാം ചെയ്യാം. ഓക്കെ, വൺ സച്ച് മീറ്റിംഗ് എവറി ഇയർ ഈസ് കമ്പൽസറി. ഒരു മീറ്റിംഗെങ്കിലും നടത്തണം എന്നുള്ളത് കമ്പൽസറി ആണ്. വൺ സച്ച് ജനറൽ മീറ്റിംഗ് ഓഫ് മെമ്പേഴ്സ് ഈസ് കമ്പൽസറി. വൺ സച്ച് മീറ്റിംഗ് എവറി ഇയർ is compulsory. ഓക്കെ, അതായത് ഒരു മീറ്റിംഗ് എങ്കിലും നിർത്താൻ നടക്കുക. ഈ മീറ്റിംഗിന്റെ പേരാണ് AGM. ദിസ് ഈസ് കോൾഡ് AGM, ദാറ്റ് ഇസ് ആനുവൽ ജനറൽ മീറ്റിംഗ്. മെമ്പേഴ്സിന്റെ ഒക്കെ മീറ്റിംഗ് വർഷത്തിൽ ഒരിക്കലെങ്കിലും നടക്കണം. അങ്ങനെ നടക്കുന്ന മീറ്റിംഗിന്റെ പേരാണ് ആനുവൽ ജനറൽ മീറ്റിംഗ്. ഷോർട്ടായിട്ട് നമ്മൾ AGM എന്ന് വിളിക്കുന്നത്. ക്ലിയർ? ഇനി ഒരു മീറ്റിംഗ് മിനിമം നടത്തുന്നേ ഉള്ളൂ. കൂടുതൽ മീറ്റിംഗ് നടത്താം. ഇറ്റ്സ് എ ചോയ്സ് ഓഫ് ദ മാനേജ്മെന്റ്. ആ പെർട്ടിക്കുലർ കമ്പനിയുടെ മാനേജ്മെന്റിന് കൂടുതൽ മീറ്റിംഗ് നടത്തണമെങ്കിൽ നടത്താം. എക്സ്ട്രാ മീറ്റിംഗ് ക്യാൻ ബി ഹെൽഡ്. ഓക്കെ,
മാനേജ്മെന്റിനോ അല്ലെങ്കിൽ ഷെയർ ഹോൾഡേഴ്സിനോ തീരുമാനിച്ചിട്ട് അഡീഷണൽ മീറ്റിംഗ് നടത്താം. ഇപ്പൊ ഒരു അർജന്റ് ഡിസിഷൻ നടത്തണമെങ്കിൽ എന്താ ചെയ്യുക, നമുക്കൊരു AGM വേണ്ടി വെയിറ്റ് ചെയ്യാനൊന്നും പറ്റില്ല. AGM ഇപ്പൊ കഴിഞ്ഞിട്ടുണ്ട്, അടുത്ത AGM വേണ്ടി വെയിറ്റ് ചെയ്യാൻ പറ്റില്ല. എക്സ്ട്രാ മീറ്റിംഗ് ക്യാൻ ബി കോൾഡ്. ഓക്കെ, ഇങ്ങനെ മീറ്റിംഗ് നടത്തുന്നതുകൊണ്ട് എന്താണ്, ഒരു ഡെമോക്രാറ്റിക് പ്രകൃതിയായി മാറുകയാണ്. ഷെയർ ഹോൾഡേഴ്സ് ഡെമോക്രസി ഈസ് പ്രൊട്ടക്റ്റഡ്. ഓക്കെ, കാരണം മെജോറിറ്റി ഡിസിഷൻ ഓഫ് ഷെയർ ഹോൾഡേഴ്സ് ആണ് കമ്പനി മുന്നോട്ട് പോകുന്നത്. ഇപ്പൊ ഒരു വോട്ടിനിട്ടിട്ട് ആ വോട്ടിൽ മെജോറിറ്റി ഷെയർ ഹോൾഡേഴ്സ് അത് അപ്രൂവ് ആക്കിയാൽ മാത്രമേ കമ്പനി ആ ഡിസിഷൻ എടുത്ത് പോകുന്നുള്ളൂ. സോ ദർ ഇസ് എ ഡെമോക്രസി ഇൻ ദ സിസ്റ്റം, അല്ലേ? ഓക്കെ, അതുകൊണ്ട് തന്നെ ഇങ്ങനെ നടത്തുമ്പോൾ ഇൻവെസ്റ്റർ പ്രൊട്ടക്ഷൻ ഒബ്വിയസ്ലി വരികയാണ്. കാരണം ഷെയർ ഹോൾഡേഴ്സിന് അവരുടേതായ ഡെമോക്രസി ഉള്ളതുകൊണ്ട് അവരുടെ ഇൻട്രസ്റ്റ് പ്രൊട്ടക്ട് ചെയ്യാണ്ട് കമ്പനിക്ക് മുന്നോട്ട് പോകാൻ പറ്റില്ല. സോ ദർ ഇസ് എ ഇൻവെസ്റ്റർ പ്രൊട്ടക്ഷൻ. അതായത് കമ്പനി ഇപ്പൊ ചീറ്റ് ചെയ്ത് നിൽക്കുക, ഈ ഷെയർ ഹോൾഡേഴ്സിന് അവർക്ക് ഒരുമിച്ച് ഒരു സ്യൂട്ട് കൊടുക്കാനുള്ള ഓപ്ഷൻ ഉണ്ട്. ഓക്കെ, ചില ഡിസിഷൻസ് കമ്പനി എടുക്കുമ്പോൾ ഇറ്റ് റിക്വയർസ് ദ അപ്രൂവൽ ഇൻ മീറ്റിംഗ്സ്. രണ്ട് ടൈപ്സ് ഉണ്ട്. വൺ ഈസ് ഓർഡിനറി ബിസിനസ്, സ്പെഷ്യൽ ബിസിനസ്. ഈ രണ്ട് തരത്തിലുള്ള ബിസിനസ്സിന് ചിലപ്പോ ഒരു ഷെയർ ഹോൾഡേഴ്സിന്റെ അപ്രൂവൽ വേണ്ടി വരും. ഇനി മെമ്പർ മീറ്റിംഗ്സ് ഏതൊക്കെ തരത്തിലാണെന്ന് നമുക്ക് നോക്കാം. നമ്മൾ ആദ്യം തന്നെ ഡിസ്കസ് ചെയ്തു AGM എങ്ങനെയാണ്, വർഷത്തിൽ ഒരു തവണയാണ് ഉണ്ടാവുന്നത്. അത് മാൻഡേറ്ററി ആണ്, നിർബന്ധമായിട്ടും ആനുവൽ ജനറൽ മീറ്റിംഗ് നടത്തണം. അതിലാണ് ഇപ്പോ ഒരു അക്കൗണ്ട്സ് അപ്രൂവ് ചെയ്യുക, ഡിവിഡൻഡ് പ്രഖ്യാപിക്കുക, ഓഡിറ്റേഴ്സിന് അപ്രൂവ് ചെയ്യുക, അതൊക്കെ മിക്കവാറും ഈ പറയുന്ന ആനുവൽ ജനറൽ മീറ്റിംഗിലായിരിക്കും നടക്കുക. ഇനിയുള്ളതാണ് എക്സ്ട്രാ ഓർഡിനറി ജനറൽ മീറ്റിംഗ്. എക്സ്ട്രാ ഓർഡിനറി ജനറൽ മീറ്റിംഗ്. ഓക്കെ, ഇത് പറഞ്ഞാൽ എന്തെങ്കിലും അർജന്റ് മാറ്റേഴ്സിന് വേണ്ടിയിട്ടാണ് ഈ മീറ്റിംഗ് നടത്തുക. ഇപ്പൊ ഉദാഹരണത്തിന് കമ്പനിയുടെ പേര് മാറ്റണം, അപ്പൊ അടുത്ത AGM വരെ വെയിറ്റ് ചെയ്യാൻ പറ്റില്ല. സോ എക്സ്ട്രാ ഓർഡിനറി ജനറൽ മീറ്റിംഗ് വിളിക്കുക, കമ്പനിയുടെ പേര് മാറ്റുക. ഇനി ഒരു ഡയറക്ടറിനെ റിമൂവ് ചെയ്യണം, അങ്ങനെ റിമൂവ് ചെയ്യുന്ന അടുത്ത AGM വരെ വെയിറ്റ് ചെയ്യാൻ പറ്റില്ല. എക്സ്ട്രാ ജനറൽ മീറ്റിംഗ് വിളിക്കുക, അവരെ ഒഴിവാക്കുക. ഓക്കെ, ഇതാണ്. അപ്പൊ AGM ആയി, എക്സ്ട്രാ ജനറൽ മീറ്റിംഗ് ആയി. ഇനി നമുക്ക് മൂന്നാമത്തെ ടൈപ്പ് ഓഫ് ഷെയർ ഹോൾഡേഴ്സ് മീറ്റിംഗിനാണ്, മെമ്പേഴ്സ് മീറ്റിംഗിനെയാണ് പറയുന്നത് ക്ലാസ് മീറ്റിംഗ്. അതായത് ഷെയർ ഹോൾഡേഴ്സ് പല ടൈപ്പ് ഉണ്ടാവും, അല്ലെ? പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സ് ഉണ്ടാവും, നോൺ പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സ് ഉണ്ടാവും. അങ്ങനെ ഏതെങ്കിലും പെർട്ടിക്കുലർ ക്ലാസ് ഓഫ് ഓരോ ഷെയർ ഹോൾഡേഴ്സിനെ മാത്രം വിളിച്ചിട്ടുള്ള മീറ്റിംഗിനാണ് നമ്മൾ ക്ലാസ് മീറ്റിംഗ്. ഉദാഹരണത്തിന് പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സ് മാത്രം പങ്കെടുക്കേണ്ട മീറ്റിംഗ്, അങ്ങനെ വരുമ്പോൾ പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സ് മാത്രമേ വരുള്ളൂ. അങ്ങനെ ആ ടൈപ്പ് ഓഫ് പെർട്ടിക്കുലർ ക്ലാസ് ഓഫ് ഷെയർ ഹോൾഡേഴ്സിനെ മാത്രം വിളിച്ചുകൊണ്ട് നടത്തുന്ന മീറ്റിംഗിനെയാണ് നമ്മൾ ക്ലാസ് മീറ്റിംഗ് എന്ന് പറയുന്നത്. ഓക്കെ, ഈ മീറ്റിംഗ്സ് ഒക്കെ കണ്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് കമ്പനി ഫോളോ ചെയ്യേണ്ട പ്രൊസീജിയർ ആണ് സെക്രട്ടറിയൽ സ്റ്റാൻഡേർഡ് SS2 എന്ന് പറയും. അത് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് കമ്പനി സെക്രട്ടറീസ് ഓഫ് ഇന്ത്യ ഇഷ്യൂ ചെയ്തതാണ്. അതിൽ കൃത്യമായിട്ട് പറയുന്നുണ്ട് മീറ്റിംഗ്സ് കണ്ടക്ട് ചെയ്യേണ്ട റൂൾസ് എന്തൊക്കെയാണെന്ന്. ദാറ്റ് ഈസ് കമ്പനി ഷാൽ ഫോളോ SS2 ഫോർ കണ്ടക്ടിങ് ദീസ് മീറ്റിംഗ്സ്. SS2, that is secretarial standard. SS2 അത് ICSI ആണ്, ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് കമ്പനി സെക്രട്ടറീസ് ഓഫ് ഇന്ത്യ ആണ് അത് ഇഷ്യൂ ചെയ്തിരിക്കുന്നത്. ഓക്കെ, ഇതിൽ കൃത്യമായിട്ട് പറയുന്നുണ്ട് മീറ്റിംഗ്സ് എങ്ങനെയൊക്കെ നടത്തണം എന്നുള്ളതിന്റെ റൂൾസ് ആണ് ഇതിൽ പറഞ്ഞിരിക്കുന്നത്. ക്ലിയർ? ഇനി മീറ്റിംഗ് ഷെയർ ഹോൾഡേഴ്സ് പങ്കെടുക്കണമെങ്കിൽ അവർക്ക് എന്ത് കിട്ടണം? നോട്ടീസ് കിട്ടണം. കമ്പനിയുടെ ഭാഗത്ത് നോട്ടീസ് പോയിട്ട് ആ നോട്ടീസ് കിട്ടിയാൽ മാത്രമേ ഷെയർ ഹോൾഡേഴ്സ് അറിയുള്ളൂ ഇങ്ങനെ ഒരു മീറ്റിംഗ് ഇവിടെ നടക്കാൻ പോകുന്നുണ്ട്. സോ നോട്ടീസ് ഓഫ് മീറ്റിംഗിനെ കുറിച്ചാണ് നമ്മൾ ഇനി അടുത്ത് സംസാരിക്കുന്നത്. നോട്ടീസ് ഓഫ് മീറ്റിംഗ്. ഒരു നോട്ടീസ് എന്ന് പറയുന്നത് മീറ്റിംഗ് നടക്കുന്നതിന്റെ 21 days ഉണ്ടെങ്കിൽ കിട്ടിയിരിക്കണം. 21 days നോട്ടീസ് റിക്വയർഡ്. മിനിമം 21 days നോട്ടീസ് റിക്വയർഡ്. അത് റിട്ടേൺ ആവാം, ഇമെയിലാവാം, ഏത് രീതിയിലാവാം. പക്ഷെ 21 ദിവസത്തെ എന്തിനു മുമ്പെങ്കിലും ആ നോട്ടീസ് ഉണ്ടാവാം. ദാറ്റ് ഇസ് മീറ്റിംഗ് 21 days മുമ്പെങ്കിലും. അതായത് മീറ്റിംഗ്സ് ഇതൊരു മീറ്റിംഗ് 30-ാം തീയതിയാണ് നടക്കണമെങ്കിൽ ഒരു ഷെയർ ഹോൾഡറിന് 8-ാം തീയതിയെങ്കിലും ആ മീറ്റിംഗ് നോട്ടീസ് കിട്ടിയിരിക്കണമെന്നാണ് പറയുന്നത്.
ക്ലിയർ? ഇനി ഇത് 21 ദിവസത്തിന്റെ നോട്ടീസ് പീരീഡ് ഉണ്ട്. അതില്ലാണ്ട് ഷോർട്ട് നോട്ടീസിലും മീറ്റിംഗ് നടത്താം. ദാറ്റ് ഈസ് ഷോർട്ട് നോട്ടീസ് മീറ്റിംഗ് എന്ന് പറയും. മീറ്റിംഗ്സ് ക്യാൻ ബി ഹെൽഡ് വിത്ത് ലെസ് ദാൻ 21 days നോട്ടീസ്. പക്ഷെ അതിന് 95% ഓഫ് മെമ്പേഴ്സ് ഷുഡ് എഗ്രി. ഷോർട്ട് നോട്ടീസിൽ മീറ്റിംഗ് നടത്താൻ ഇങ്ങനെ ഈ രീതിയിൽ നടത്താം എന്നുള്ളതിന് ഈ ഷോർട്ട് നോട്ടീസിൽ മീറ്റിംഗ് നടത്തിക്കോളാനുള്ള അനുമതി 95% ഓഫ് മെമ്പേഴ്സിന് നിന്ന് കിട്ടണം. ഓക്കെ, എന്തെങ്കിലും അർജന്റ് ഇഷ്യൂ ആണെങ്കിൽ ഓൾ മേജർ ഷെയർ ഹോൾഡേഴ്സ് എഗ്രി ആൻഡ് മീറ്റിംഗ് വിൽ ബി ഹെൽഡ് ക്വിക്ലി. ഓക്കെ, ഇങ്ങനെ പെട്ടെന്ന് എന്തെങ്കിലും അർജന്റ് ഇഷ്യൂ ഉണ്ടെങ്കിൽ. ഇനി നോട്ടീസിൽ എന്തൊക്കെ ഉണ്ടാവണം? കണ്ടന്റ്സ് ഓഫ് നോട്ടീസ്. നോട്ടീസിൽ എന്തൊക്കെ ഉണ്ടാവണം എന്നുള്ളതാണ് നമ്മൾ ഇനി നോക്കുന്നത്. കണ്ടന്റ്സ് ഓഫ് നോട്ടീസ്. നോട്ടീസില് എന്താ വെച്ചാല് നോട്ടീസ് മസ്റ്റ് മെൻഷൻ വേർ ദ മീറ്റിംഗ് വിൽ ഹാപ്പൻ. എവിടെയാണ് മീറ്റിംഗ് നടക്കുക എന്നുള്ളത് നിർബന്ധമായിട്ട് ആ നോട്ടീസിൽ ഉണ്ടാവണം. ഇനി ഇത് AGM ആണ് നടക്കുന്നതെന്ന് വെച്ചാല് AGM ആ കമ്പനിയുടെ രജിസ്റ്റേർഡ് ഓഫീസ് എവിടെയാണോ അല്ലെങ്കിൽ ആ സിറ്റി തന്നെ അല്ലെങ്കിൽ ആ ടൗണിൽ തന്നെ ആ വില്ലേജിൽ തന്നെ നടക്കണം. ഉദാഹരണത്തിന് ഇപ്പൊ രജിസ്റ്റേർഡ് ഓഫീസ് കൊച്ചിയിലാണെന്ന് വെക്കുക. AGM കോഴിക്കോട് നടക്കാൻ പറ്റില്ല, കൊച്ചിയിൽ തന്നെ നടക്കണം. ഓക്കെ, AGM ആണെങ്കിൽ EGM-നാണെങ്കിൽ എക്സ്ട്രാ ജനറൽ, നമ്മളിപ്പോ നേരത്തെ പഠിച്ചല്ലോ EGM-നെ കുറിച്ച് അല്ലെ. എന്താണ് EGM എന്താ? എക്സ്ട്രാ ഓർഡിനറി ജനറൽ മീറ്റിംഗ് അല്ലെ. ആ EGM ആണെങ്കിൽ അതിൽ അങ്ങനെ ഒരു നിബന്ധനയൊന്നുമില്ല, എവിടെ വേണമെങ്കിലും നടത്താം. ഓക്കെ, ഇനി രണ്ടാമത് എന്നാണ് ആ മീറ്റിംഗ് നടക്കുന്നത് എന്നുള്ളത് വേണം. ഡേറ്റും വേണം, ആ ദിവസം ആഴ്ചയിൽ ഏത് ദിവസമാണ് അത് എന്നുള്ളത്. ബുധനാഴ്ച ആണെങ്കിൽ ബുധനാഴ്ച, ചൊവ്വാഴ്ച ആണെങ്കിൽ ചൊവ്വാഴ്ച, അതും കൃത്യമായിട്ട് മെൻഷൻ ചെയ്യേണ്ട ഡേ ഓഫ് മീറ്റിംഗ്. ഓക്കെ, AGM ഒരിക്കലും ഒരു നാഷണൽ ഹോളിഡേയിൽ ഒരിക്കലും പറ്റില്ല. ഉദാഹരണത്തിന് ഇപ്പൊ ഇൻഡിപെൻഡൻസ് ഡേയിൽ പോയിട്ട് AGM ഓഗസ്റ്റ് 15-ാം തീയതി AGM വെക്കാൻ പറ്റില്ല. പക്ഷെ EGM-ന് അങ്ങനെ ഒരു നിബന്ധനയൊന്നുമില്ല, ഏത് ദിവസം വേണമെങ്കിലും നടത്താം. ക്ലിയർ? ഇനി നോട്ടീസിൽ ഉണ്ടാവേണ്ട അടുത്ത കാര്യമാണ് ടൈം ഓഫ് മീറ്റിംഗ്. ടൈം ഓഫ് മീറ്റിംഗ്. ഓക്കെ, എപ്പോഴാണ് AGM നടത്തുന്നുള്ളതിന്റെ സ്റ്റാർട്ട് ചെയ്യുന്നതിന്റെ കൃത്യമായിട്ടുള്ള സമയം വേണം. AGM ആണെങ്കിൽ ബിസിനസ് അവേഴ്സിൽ പറ്റുള്ളൂ, അതായത് രാവിലെ 9 മണി മുതൽ വൈകിട്ട് 6 മണിക്കുള്ളിൽ നടത്താൻ പറ്റുള്ളൂ. EGM ആണെങ്കിൽ ആസ് യൂഷ്വൽ നേരത്തെ പോലെ തന്നെ അങ്ങനത്തെ ഒരു റെസ്ട്രിക്ഷനും ഇല്ല, എപ്പോൾ വേണമെങ്കിലും നടത്താം. ഓക്കെ, AGM അർദ്ധരാത്രിക്ക് നടത്താൻ പറ്റില്ല. AGM ഷുഡ് ബി ബിറ്റ്വീൻ 9 AM to 6 PM. 9 AM to 6 PM. ഓക്കെ, അതായത് ബിസിനസ് അവേഴ്സിലാണ് നടത്തേണ്ടത്. EGM-നെ കുറിച്ച് എക്സ്ട്രാ ഓർഡിനറി ജനറൽ മീറ്റിംഗ് ആണെങ്കിൽ അങ്ങനെയുള്ള ഒരു റെസ്ട്രിക്ഷൻ ഇല്ല, നിങ്ങൾക്ക് ഏത് സമയത്ത് വേണമെങ്കിലും നടത്താം. അജണ്ട. അടുത്ത അജണ്ട എന്താണെന്ന് നോട്ടീസിൽ കൃത്യമായിട്ട് കാണിക്കണം. അജണ്ട എന്ന് പറഞ്ഞാൽ എന്താ? അജണ്ട എന്താ നിന്റെ അജണ്ട എന്ന് വെച്ചിട്ടില്ല. അതേപോലെ തന്നെ ആ മീറ്റിംഗിൽ എന്തൊക്കെയാണ് ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നതെന്ന് വെച്ചാല് അതെല്ലാം പോയിന്റ് ഔട്ട് ചെയ്തിട്ടുള്ള നോട്ടിനെയാണ് നമ്മൾ അജണ്ട എന്ന് പറയുന്നത്. ഉദാഹരണത്തിന് ഡിവിഡൻഡ് ഡിക്ലെയർ ചെയ്യണോ വേണ്ടോ എന്ന് തീരുമാനിക്കണം, അതൊരു അജണ്ടയാണ്. അങ്ങനെ കൃത്യമായിട്ട് എന്താണോ അജണ്ട, ആ അജണ്ട എന്താണെന്ന് കൃത്യമായിട്ട് കാണിക്കണം. അതിന് ചെറിയൊരു എക്സ്പ്ലനേഷനും വേണം, എക്സ്പ്ലനേറ്ററി സ്റ്റേറ്റ്മെന്റും വേണം. ഓക്കെ, ഇനി പ്രോക്സി ക്ലോസ് ഉണ്ടാവണം നോട്ടീസിൽ. അതായത് പ്രോക്സി ക്ലോസ്, അതായത് ഇപ്പൊ A എന്ന് പറഞ്ഞ ആളാണ് ഇവിടുത്തെ ഈ കമ്പനിയുടെ ഷെയർ ഹോൾഡർ, അയാൾക്ക് ആണ് നമ്മൾ നോട്ടീസ് അയക്കുന്നത്. അപ്പോ A എന്ന് പറഞ്ഞ ആൾക്ക് എന്തെങ്കിലും തിരക്കുണ്ടെങ്കിൽ B എന്ന് പറഞ്ഞ ആളിനെ മീറ്റിംഗിലേക്ക് അയക്കാൻ പറ്റുമോ ഇല്ലയോ എന്ന് കൃത്യമായിട്ട് മെൻഷൻ ചെയ്യണം നോട്ടീസിൽ, പ്രോക്സി ക്ലോസ്. ഓക്കെ, നിങ്ങൾക്ക് അറ്റൻഡ് ചെയ്യാൻ A എന്ന് പറഞ്ഞ ആളാണ് നമ്മുടെ മെമ്പർ, പക്ഷെ അയാൾക്ക് അന്ന് എന്തെങ്കിലും തിരക്കുണ്ട്, B-നെ അറ്റൻഡ് ചെയ്യാൻ വിടണം. അങ്ങനെ അറ്റൻഡ് ചെയ്യാൻ പറ്റുമോ ഇല്ലയോ എന്ന് ആ നോട്ടീസിൽ കൃത്യമായിട്ടൊരു ക്ലോസ് ഉണ്ടാവണം. ഓക്കെ, ഇത്രയൊക്കെയാണ് നമുക്ക് ഈ ഒരു ടോപ്പിക്കിൽ ഡിസ്കസ് ചെയ്യാനുള്ളത്. നിങ്ങളുടെ മോഡ്യൂൾ ബുക്ക് വായിക്കുക. ഹോപ്പ് ദിസ് ഇസ് ക്ലിയർ ഫോർ യു. ഇനിയും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, അല്ലെങ്കിൽ നമ്മുടെ ആപ്പില് പേഴ്സണലൈസ്ഡ് കോച്ചിങ് അല്ലെ, നമ്മുടെ പേഴ്സണലൈസ്ഡ് കോച്ചിങ് ആപ്പില് 2 സബ്ജക്ട്സ് അങ്ങനെയാണ് നമ്മൾ ചെയ്തു തരുന്നത്. അത് ഇതുവരെ ജോയിൻ ചെയ്തിട്ടില്ലെങ്കിൽ അത് ആബ്സല്യൂട്ട്ലി ഫ്രീ തന്നെയാണ്, നോ കോസ്റ്റ്. അത് നിങ്ങൾക്ക് ഈ താഴെ കാണുന്ന വാട്സ്ആപ്പ് നമ്പറിലേക്ക് മെസ്സേജ് അയച്ചിട്ട്, ആൻഡ് ഓൾസോ യു വിൽ ഗെറ്റ് ഷോർട്ട് നോട്ട്സ്. ഓക്കെ, താങ്ക് യു.